വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ വരാൻ പോകുന്ന ഓണത്തിന് ഉപ്പുമുളകിൽ സംഭവിക്കാൻ ഹൈലി ചാൻസസ് ഉള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് സീസൺ 2 മുതൽ ഈ ഒരു കഥാപാത്രങ്ങളെയും ഈ ഒരു വീട്ടുപേരൊക്കെ ഭയങ്കര ഉപ്പുമുളക് പ്രേക്ഷകർക്ക് പരിചിതമാണ്. എന്താണെന്ന് വെച്ചാൽ കുഴിപ്പള്ളം ഹൗസും സിദ്ധുവും കുഴിപ്പള്ളം അമ്മയും അച്ഛനൊക്കെ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഇതുവരെ ഉപ്പുമുളകിൽ കാണിച്ചിട്ടില്ല. സീസൺ 1 അവർ മാരേജിന് സമയത്ത് ഒരു പുതിയ ക്യാരക്ടേഴ്സ് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരെ കാണിച്ചിട്ടില്ല. ഇനി വരാൻ പോകുമ്പോഴും അവരായിരിക്കില്ല. അതായത് സീസൺ 1 അഭിനയിച്ച ആ ഒരു കഥാപാത്രം ചെയ്ത ആർട്ടിസ്റ്റുകളായിരിക്കില്ല സീസൺ 3 ഇനിയും അവർ കൊണ്ടുവരാൻ പോകുമ്പോൾ വരുന്നത്. വേറെ ആരെങ്കിലും ആയിരിക്കും കൊണ്ടുവരാൻ സാധ്യത. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയൊരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. സിദ്ധുവും ലച്ചുവൊക്കെ ഒരുമിച്ചിരിക്കുന്ന പോലെ ഷൂട്ടിംഗ് സ്പോട്ടിൻ്റെ അതൊരു അഡ്വർടൈസ്മെൻറ്റ് മേക്കിംഗ് ആയിരുന്നു. അതിന് തന്നെ ഉപ്പുമുളക് ആരാധകരുടെ അടുത്ത് അടിപൊളി റെസ്പോൺസാണ് ലഭിച്ചത്. അപ്പോൾ ഇവരുടെ കോംബോ കാണാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ. അതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഉപ്പുമുളകിൽ അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു എപ്പിസോഡ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയുന്നത് ഓണം സ്പെഷ്യൽ എപ്പിസോഡ് തന്നെയാണ്. അടുത്ത മാസം മിഡോടുകൂടി ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ടെലികാസ്റ്റ് ആവും. അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. അതിൻ്റെ പ്ലാനിംഗ് ഒക്കെ എപ്പോഴും പ്രീ പ്രൊഡക്ഷൻ വർക്കിൽ തന്നെ ആയിരിക്കും. ഏതായാലും സീസൺ 1 2 പോലെ തന്നെ അടിപൊളി ഓണം സ്പെഷ്യൽ എപ്പിസോഡിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാകും. ഫുൾ ഫാമിലി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ പോലെ തന്നെ മുടിയനും സിദ്ധുവൊന്നും ഉണ്ടായിരുന്നില്ല. ഇക്കൊല്ലമെങ്കിലും അവർ വരുമ്പോൾ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുടിയൻ വരില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, സിദ്ധു എന്നൊരു കഥാപാത്രം വരാൻ ചാൻസസ് ഉണ്ട്. കാരണം ഈ ഒരു ഓണം എപ്പിസോഡിന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അതിന് ഓണത്തിന് മാത്രം വന്നു പോകുന്ന ഒരു ഗസ്റ്റ് എൻട്രി അല്ലെങ്കിൽ ഒരു ക്യാമിയോ എൻട്രി പോലെയൊക്കെ നമുക്ക് സിദ്ധുവിനെ എക്സ്പെക്ട് ചെയ്യാം. മാത്രമല്ല, സിദ്ധു മാത്രമായിട്ടായിരിക്കില്ല ചിലപ്പോൾ വരാൻ പോകുന്ന കുഴിപ്പള്ളം ഫാമിലി എന്നൊരു കഥാപാത്രങ്ങളെയൊക്കെ സീസൺ 3 ഈ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഹൈലി ചാൻസസ് ഉണ്ട്. നമുക്കറിയാം, ഉപ്പുമുളകിൽ ഇതുപോലത്തെ ഒരു ഹൈപ്പ് കിട്ടിയ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ഡൗട്ടാണ്. അത്രത്തോളം മിക്കവാറും എല്ലാ എപ്പിസോഡിലും പറയുന്ന ഒരു പേരാണ് ഈ കുഴിപ്പള്ളവും സിദ്ധും കുഴിപ്പള്ളം അമ്മ എന്ന് പറഞ്ഞ കഥാപാത്രമൊക്കെ. അപ്പോൾ അവരെയൊക്കെ തിരിച്ച് കൊണ്ടുവന്നാൽ, സ്ക്രീനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രേക്ഷകർ ഏറ്റെടുക്കും. അപ്പോൾ അവരെ കൊണ്ടുവരാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സന്ദർഭം തന്നെയാണ് ഈ വരാൻ പോകുന്ന ഓണം സ്പെഷ്യൽ എപ്പിസോഡ്. ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നെയ്യാറ്റിൻകര ഫാമിലിയും പടവലം ഫാമിലിയും ഫുള്ളായിട്ടുണ്ടാവും. പിന്നെ പാറമടയത്ത് ഇവരെല്ലാവരും തന്നെ ഉണ്ടാവും. ഇത് കൂടാതെ വരുന്നൊരു ഗസ്റ്റ് എൻട്രി ആയിരിക്കും ചിലപ്പോൾ അവർ കൊണ്ടുവരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതായത് ഈ കുഴിപ്പള്ളം ഫാമിലിയൊക്കെ അവരുടെ ഒന്നും ബോണ്ടിങ്ങും, അതായത് ലച്ചുവും ഈ ഒരു ഫാമിലിയും തമ്മിലുള്ള ബോണ്ടിങ് ഒന്നും ഇതുവരെ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല. കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രേക്ഷകർ ഏറ്റെടുക്കും. അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ, അതായത് ഇപ്പോൾ മുളകും ഇപ്പോൾ നല്ല പീക്ക് ലെവലിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വൻ റീച്ച് തന്നെയാണ് ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനത്തെ കഥാപാത്രങ്ങളെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അതും പോസിറ്റീവായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക് അതൊരു ഡബിൾ ട്രീറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്യാമിയോ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗസ്റ്റ് എൻട്രി ആരുടേതാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.